താരസംഘടന അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്ക് വിലക്കേർപ്പെടുത്തിയ എറണാകുളം മുൻസിഫ് കോടതി. നടി ശ്വേത മേനോൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഇതിനിടെ താരങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ശ്വേത മേനോന്റെ ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവന്നു. ജനറൽ ബോഡിയിൽ സിദ്ദിഖും ബാബുരാജും ഉൾപ്പെടെയുള്ളവർ തന്നെ ഹീനമായി അവഹേളിച്ചുവെന്നാണ് ശ്വേതയുടെ ആരോപണം. താൻ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച് ബാബുരാജിനെ കോടതിയിൽ കാണുമെന്നും ബാബുരാജിന്റെ കാലത്തെ വരവ് ചെലവ് കണക്കുകൾ ശരിയല്ലെന്നും രമേശ് പിഷാരടിയുമായി നടത്തിയ സംഭാഷണത്തിൽ ശ്വേത മേനോൻ പറഞ്ഞു. അതേസമയം സംഘടനയുടെ അകത്തും പുറത്തും പ്രശ്നങ്ങളാണെന്ന് ആരോപിച്ച് ജോയ് മാത്യുവും ഇന്ന് രംഗത്തെത്തി. സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ച ശേഷമായിരുന്നു ജോയ് മാത്യുവിന്റെ പ്രതികരണം. ജിഹാദി പരാമർശത്തിൽ അൻസിബിയുടെ പരാതിയിലെടുത്ത കേസിൽ ടിനി ടോമിനെതിരെയുള്ള അന്വേഷണവും ഇതിനിടെ പുരോഗമിക്കുന്നുണ്ട്. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾക്ക് എന്ന് അറുതി വരും. അമ്മ അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള നീക്കമാണോ ഇപ്പോൾ ശ്വേത മേനോൻ നടത്തുന്നത്? കാണാം RDX റാങ്ക്. കൂട്ടരാജിക്കും പൊട്ടിത്തെറിക്കും ശേഷവും താരസംഘടനയിലെ പ്രശ്നങ്ങൾ കയവില്ല. അമ്മ പ്രസിഡന്റായിരുന്ന ശ്വേത മേനോൻ രേഖാമൂലം രാജിവെക്കാത്തതിനെ ചൊല്ലിയാണ് സംഘടനയിലെ പുതിയ തർക്കവും ആരോപണങ്ങളും ഉടലെടുത്തത്. രാജിക്കത്ത് ലഭിച്ചിട്ടില്ലെന്ന് അഡ്ഹോക് കമ്മിറ്റി വ്യക്തമാക്കിയതിന് പിന്നാലെ ശ്വേത മേനോൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അമ്മയെ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നിരപരാധിത്വം തെളിയിക്കാതെ പിന്മാറില്ലെന്നും ശ്വേത സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. അഡ്ഹോക് കമ്മിറ്റി ബൈലോ പ്രകാരം നിലനിൽക്കില്ലെന്നും നിയമപരമായ പിൻബലമില്ലെന്നും ചൂണ്ടിക്കാട്ടിയതോടെ വിഷയം നിയമപരമായി നേരിടാനാകും ശ്വേത ശ്രമിക്കുകയെന്ന് ഏകദേശം ഉറപ്പായി. ഇതിനിടെയാണ് പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്വേത മേനോൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനായ രമേശ് പിഷാരടിയുമായി നടത്തിയ ശബ്ദ സന്ദേശവും പുറത്തുവന്നത്. ജനറൽ ബോഡിയിൽ സിദ്ദിഖും ബാബുരാജും ഉൾപ്പെടെയുള്ളവർ തന്നെ ഹീനമായി അവഹേളിച്ചുവെന്നാണ് ശബ്ദ സന്ദേശത്തിൽ ശ്വേത ആരോപിക്കുന്നത്. അതേസമയം ശ്വേത മേനോനെതിരെ നടി ഉഷ ഹസീന രംഗത്തെത്തി. ശ്വേത രാജി പ്രഖ്യാപനത്തിൽ വാക്കുപാലിക്കണമെന്ന് ഉഷ ഹസീന അഭിപ്രായപ്പെട്ടു. ഭരണസമിതിയിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ വനിതാ അംഗങ്ങളെ കൂട്ടി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും ഉഷ ഹസീന ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. നടന്മാരായ സിദ്ദിഖും ബാബുരാജും അടക്കമുള്ളവർ ജനറൽ ബോഡിയിൽ തന്നെ ഹീനമായി അവഹേളിച്ചുവെന്ന് രമേശ് പിഷാരടിയുമായുള്ള സംഭാഷണത്തിൽ ശ്വേത മേനോൻ ആരോപിച്ചു. താൻ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച ബാബുരാജിനെ കോടതിയിൽ കാണുമെന്നും സംഭാഷണത്തിൽ ശ്വേത പറഞ്ഞു. അതേസമയം നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി രാജിവെക്കേണ്ടി വരുമെന്ന് രമേശ് പിഷാരടി ശ്വേതയോടും പറയുന്നുണ്ട്. ആ ശബ്ദ സന്ദേശത്തിലേക്ക്. അത് പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്. എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? മറ്റേ എത്രയോ ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു സ്ത്രീക്ക് സാധനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അമ്മയിൽ അധികാരക്കൊതിയും പടരപ്പിടക്കങ്ങളുമാണെന്നും സംഘടനയിലെ പലരും കോമാളി കൂട്ടങ്ങളായെന്നും ജോയ് മാത്യു പ്രതികരിച്ചു. ന്യൂനപക്ഷം ശരി പറഞ്ഞാലും അംഗീകരിക്കപ്പെടുന്നില്ലെന്നും സ്ത്രീകൾ വന്നതുകൊണ്ട് മാത്രം എല്ലാം ശരിയാവില്ലെന്നും ജോയ് മാത്യു പ്രതികരിച്ചു. അതായത് സംഘടന നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവില്ലായ്മയാണല്ലോ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൊണ്ടെത്തിക്കുക. ഇത് പടരപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാരക്കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല, ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു. ഇത് ഭയങ്കര വഷളായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മി പറയുന്നുണ്ടല്ലോ, വളരെ മോശം. നാട്ടുകാരെ കൂട്ടിൽ അന്വേഷിച്ചു, അപ്പോഴൊക്കെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി വളരെ മോശമാണ് കേൾക്കുന്നതെന്ന് പറയുന്നത് പോലെ ആയി ഇപ്പോൾ അമ്മയിലെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. കാരണം
ഇനി ഇവിടെ എന്താണ് ഇല്ലാത്തത് എന്നുള്ള ഒരു സിനിമയ്ക്കുള്ള കഥ മുഴുവൻ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു സീരിയലിനുള്ള കഥ മുഴുവൻ ഇവിടെയുണ്ട്. അത് എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയായി തകർത്താടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു നീതി നിഷേധവും പിന്നെ അതിലൊരു ന്യായമൊക്കെ ഉള്ളത് എന്തായാലും അൻസിബയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. കാരണം അവരതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്റ്റാൻഡിൽ എല്ലാ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ നായിക അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും മറ്റ് ചിലരൊക്കെ അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയും അതിനുവേണ്ടി പരസ്പരം ചെളിവാരി എറിയുക, അതിനനുസൃതമായി ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ ഉള്ള കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നമുണ്ട്, സാമ്പത്തിക തിരിമറിയുണ്ട്, അധികാര തർക്കമുണ്ട്, പിന്നെ വ്യക്തി അധിക്ഷേപം. അത് പുട്ടിന് പീര പോലെ ഉണ്ട് എന്നുള്ളത് പറയുന്നത് പോലെയാണ്. അതും ചെറുമാതിരിയൊന്നുമല്ല. ജിഹാദി, മതപരിവർത്തനം നടക്കുന്നു, ഡബിൾ ഡാഡി സിൻഡ്രോം. എന്നിട്ട് ഇതും പറഞ്ഞതുകൊണ്ട് ആ അൻസിബ പോലീസിൽ പരാതിപ്പെടാൻ പോയപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ പറയുകയാണ് അത് തമാശയ്ക്ക് വിളിച്ചതാണ്. നോക്കൂ, അതൊരു ഭയങ്കര തമാശയല്ലേ സിനിമയിൽ. അപ്പോൾ അൻസിബ നമ്മുടെ നായിക കോടതിയിലേക്ക് പോകുന്നു, കോടതിക്ക് അത് മനസ്സിലാവുന്നു. അത് ചെറുമാതിരിയായിട്ട് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിക്കുകയോ അങ്ങനെ ലേബൽ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല ജിഹാദിയും മതപരിവർത്തനം നടത്തുന്ന ഒരു കാര്യം എന്നുള്ളത്. അതിൻ്റെ ഗ്രാവിറ്റി അത്രയധികം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കേട്ടുകേൾവി മാത്രമൊന്നുമല്ല ഇക്കാര്യം. അതായത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ വാക്കുകളൊക്കെ ടിനി ടോം ഇവരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് കേട്ടുകേൾവിയുടെ കാര്യം മാത്രത്തിൽ ഇത് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കാര്യമുണ്ടെന്ന് കോടതിക്കാണ് ഇത് മനസ്സിലാവുന്നത്. വീണ്ടും ഇപ്പോൾ കോടതി തന്നെയാണ് ഇടപെട്ടിട്ട് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു താത്കാലിക വിലക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നിലവിൽ ഇതിൽ കോടതി നിരന്തരം ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അല്ലാതുള്ള ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം റീച്ച് ചെയ്യാൻ പറ്റുന്ന പോലീസ് സംവിധാനങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു MLA തന്നെ ഉണ്ട്, രമേശ് പിഷാരടി. അദ്ദേഹം താരസംഘടനയുടെ ഭാഗവുമാണ്. അദ്ദേഹം നേരാവണ്ണം ശ്വേതയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കിനി ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തങ്ങൾക്കുണ്ടായ വീഴ്ചകൾ തിരുത്തി പോകാൻ കഴിയുകയില്ല, അങ്ങനെയല്ല നിലവിലത്തെ കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുകയോ അല്ലെങ്കിൽ അതിന് മുതിരുകയോ ചെയ്യുന്നില്ല നിലവിൽ ശ്വേത എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അവർ വീണ്ടും ഇതിൽ നിന്നുകൊണ്ട് ഇല്ല ഇത് ഞാൻ ശരിയാക്കിയിട്ടേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാജിയൊക്കെ വന്നു തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയിലോ ഒരു സംഘടനയിലോ നമ്മൾ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത സകല മോശം ഗുണങ്ങളുള്ള അത് മുഴുവൻ ഈ സംഘടനയിലും അതുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലും നിലവിൽ കാണുകയും അവരൊക്കെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. വരുന്ന പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി, എല്ലാം അവിടെയുണ്ട്. പിന്നെ അതുമാത്രമല്ല സാമൂഹിക ബോധവും അത്യാവശ്യം അന്തസ്സും, മനുഷ്യൻ്റെ ഒരു അന്തസ്സും പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മറ്റുള്ളവരും. അങ്ങനെ അത് പറ്റില്ല എന്ന് പറയുന്നത് പോലെ. കാരണം അത്രയും അല്പം അന്തസ്സുള്ളത് കൊണ്ടാണല്ലോ, അല്പം മാത്രമല്ല അത്യാവശ്യം നല്ല പോലെ മനുഷ്യന് എന്തൊക്കെയാണ് അവനവൻ്റെ അവകാശമെന്നും എന്തൊക്കെ ഞാൻ കേൾക്കണമെന്നും കേൾക്കണമെന്നും തീരുമാനിക്കാനും ഒക്കെയുള്ള ഒരു റൈറ്റുള്ള അവനവൻ്റെ റൈറ്റിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള അൻസിബ ഇക്കാര്യത്തിൽ ടിനി ടോമിൻ്റെ അടുത്ത് നിന്ന് ഇത്രയധികം അവഹേളനം കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇതിൽ ഞാൻ പരാതിയുമായി പോകുന്നു എന്ന് പറയുമ്പോഴാണല്ലോ ആദ്യം തന്നെ ഈ പ്രശ്നത്തിന് തുടക്കമാവുന്നത്. എന്തായാലും നാട്ടിലൊരു ക്ലബിൻ്റെ ഒരു നിലവാരം പോലും നിലവിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ നിലവാരം പോലും നിലവിൽ ഈ സംഘടനയ്ക്കില്ല എന്നുള്ളതാണ്. ഇത് ഒരു നാട്ടിലുള്ള, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുശല്യം പോലെയാണ് നിലവിൽ ഇത് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു എന്തായാലും ഒരു അറുതി വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വിചാരിച്ചു അൻസിബയുടെ ഒരു ആവശ്യം എന്നുള്ളത് ഒരു സമിതി വേണം. രമേശ് പിഷാരടി, മാലാ പർവതി തുടങ്ങിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി വേണം, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കണം എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒന്ന് വ്യക്തി അധിക്ഷേപത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, രണ്ടാമത് ഈ സാമ്പത്തിക തിരിമറിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സ്പോൺസർഷിപ്പ് വിവാദങ്ങളുണ്ട്. ഈ സ്പോൺസർഷിപ്പ് വിവാദം ഒരു അമ്പലവുമായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് വിവാദത്തിൽ അത് സ്വീകരിക്കേണ്ട എന്ന നിലപാടെടുത്തതിനാണ് ഈ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ മതതീവ്രവാദിയും ജിഹാദി എന്നുള്ള പരാമർശമൊക്കെ ഇവർ കടുത്ത പരാമർശങ്ങളിലേക്ക് ഈ എതിർവശത്ത് നിൽക്കുന്ന ടിനി ടോം അടക്കമുള്ളവർ നടത്തി എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്, നമുക്കും ചില കൺഫ്യൂഷനിൽ വരും. അപ്പോൾ ഇത്തരം പരാതികൾ ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരൊരു സമിതി ആവശ്യപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ രമേശ് പിഷാരടി അടക്കം അഡ്ഹോക് കമ്മിറ്റി എന്ന നിലയ്ക്ക് ഇതിൽ ഉള്ളിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭാഷണങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ആ സംഭാഷണത്തിൽ പോലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നേരത്തെയും പ്രശ്നക്കാരായവർ തന്നെയാണ്. കാരണം ശ്വേത അന്ന് രാജി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നു ഇത് കലങ്ങി തെളിയുന്നു, രാജി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇവർ വരികയും ഇതിലൊരു അന്വേഷണം നടക്കുകയും കോടതി അടക്കം ഇതിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇതിൽ തെളിയുന്നുണ്ട് ഈ കാര്യങ്ങൾ എന്നാണല്ലോ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ശ്വേത അങ്ങനെയല്ല.
ഞാൻ ഇവിടുന്ന് തെളിയിച്ചിട്ടേ ഇറങ്ങി പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്കാണ് നിലവിൽ ഈ സംഘടന പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സനീഷേട്ടൻ തോന്നുന്നത്? അല്ല, ഇത് അത് തന്നെയാണ്. അതായത് ഒന്ന് ഈ വഷളത്തരത്തിൻ്റെ എക്സ്ട്രീമായിട്ട് ഇത് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ വരുന്നു, ഇതിനകത്ത് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ കളികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ നമ്മൾ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചതാണ് ഒരു വലിയ പ്രശ്നം എന്ന് നമ്മൾ കാണുകയും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്നുള്ള വിചാരമായിരുന്നു നമുക്ക് പുറത്തു നിന്ന് കേൾക്കുന്ന ആൾക്കുണ്ടായിരുന്നു. അതിപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം അൻസിബ ഹസനെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചാണെന്ന് വ്യക്തിപരമായിട്ട് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് നമ്മൾ പലവണ പറഞ്ഞില്ല. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ ഈ കാര്യങ്ങൾ പിന്നീട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവർ സാമ്പത്തികമായിട്ടുള്ള വെട്ടിപ്പ്, തട്ടിപ്പ്, ഇതിനകത്തിപ്പോൾ പിഷാരടി തന്നെയും ഈ സംഭാഷണത്തിനകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കുറേ നടന്നിട്ടുണ്ട്, പക്ഷെ അതെങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, നമുക്കറിയാമല്ലോ എന്ന്. ഇത് വഷളത്തരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതിരുകൾ ലംഘിച്ചു, അതിരുകൾക്കപ്പുറത്തേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് ഇന്നത്തെ ഈ ശ്വേതാ മേനോൻ്റെ സംഭാഷണം പുറത്തു വന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാനും ശ്യാമിലിയും കൂടെ ഫോണിൽ സംസാരിക്കുകയാണ്, പരസ്പര വിശ്വാസത്തിലാണ് ഈ സംസാരം നടക്കുന്നത്. ഇതിനകത്ത് പിഷാരടി ഇപ്പോൾ ഒരു സിനിമാ നടൻ എന്ന നിലക്ക് നിന്ന് മാറിയിട്ട് അത് മാത്രമല്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും MLA-യുമായി മാറി. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ദീർഘമായുള്ള സംഭാഷണം, അത് മുഴുവൻ കേട്ടു. അപ്പോൾ അതിനകത്ത് എന്തോ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, പിന്നെ എന്തോ പറഞ്ഞപ്പോൾ ശ്വേതാ മേനോൻ പറയുകയാണ് ഞാനിത് അവരോട് പറയാം എന്ന് പറഞ്ഞു. അല്ല, അത് പറയണ്ട കേട്ടോ, ഞാൻ ബാക്കി പറഞ്ഞത് പറയണ്ട, ഞാനത് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി. ഇല്ല ഞാൻ ഇതൊന്നും ആരോടും പറയില്ല എന്നൊരു സംഭാഷണം പറയുകയാണ്. എന്നൊരു ലൈൻ അതിനകത്ത് ശ്വേതാ മേനോൻ പറയുകയാണ്. ഒന്ന് നോക്കൂ, എത്ര മുതിർന്ന ഒരു സ്ത്രീയാണ് അവർ, എത്ര കാലമായിട്ട് അവർ ഈ ഒരു മുതിർന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇതിപ്പോൾ രണ്ടിൽ ഒരാളാണല്ലോ ഇത് പുറത്തേക്ക് വിട്ടത്. ഞാൻ പറയുന്നത് ഈ വഷളത്തരത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു പ്രതിനിധാനം എന്ന നിലക്കാണ് ഈ വാർത്ത, ഈ സംഭാഷണം പുറത്തേക്ക് വരുന്നു എന്നത് തന്നെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണണം. രണ്ടുപേര് പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെയും പരസ്പര ഈ അന്തസ്സിൻ്റെ, മനുഷ്യാന്തസ്സിൻ്റെ കാര്യങ്ങൾ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ പാലിക്കുകയും ചെയ്യും എന്നൊരു ഉറപ്പിന്മേലാണല്ലോ ഒരു മനുഷ്യൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിഷാരടി വളരെ വൃത്തിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഒട്ടും വഴക്കില്ലാതെ നല്ല നിലക്ക് സംസാരിക്കുന്ന രണ്ടാളുകളെ കേൾക്കുന്നത്. ഇതിൽ രണ്ടിൽ ഒരാൾ റെക്കോർഡ് ചെയ്താലേ ഇത് പുറത്തു വരൂ. അപ്പം നമ്മൾ ടെലിഫോൺ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും ഇത് ശ്വേതാ മേനോൻ പുറത്തു വിട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? എനിക്ക് തെറ്റുകയാണെങ്കിൽ ഞാൻ നാളെ തിരുത്തിക്കൊള്ളാം. പക്ഷേ ഇത് ശ്വേതാ മേനോനാണ് ഈ സംഭാഷണം പുറത്തു വിട്ടത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊരു മോശം കാര്യമാണ്. ഇവരെയാണോ ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് വെച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് തോന്നില്ലേ? ഒരു സംഘടനക്കകത്തൊരു പ്രശ്നമുണ്ടായി, അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, സാമൂഹ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഈ സമൂഹത്തിൽ മതപരമായിട്ട് നിൽക്കുന്ന വളരെയേറെ ജാഗ്രതയോടെ പാലിക്കേണ്ടുന്ന സംഗതികളിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടൊരു വലിയ ഗൗരവ പ്രശ്നം രാജ്യത്തെ ജനങ്ങളാകെ, പ്രത്യേകിച്ചും മലയാളികളാകെ ശ്രദ്ധിക്കുന്ന സിനിമാക്കാരുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കെ ആ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന വനിത കൂടെ ആയിട്ടുള്ളൊരു നേതാവ്, ഞാൻ വനിത കൂടെയായിട്ട് നേതാവെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് ഈ സ്ത്രീ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചീത്തപ്പേര് കേട്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു നേതൃത്വം വന്നത്. അതും അവർ ചില്ലറക്കാരി ഒരു 10-20 വർഷക്കാലം മാത്രം ലോകത്ത് ജീവിച്ച് പരിചയമുള്ള ആളല്ല. ഞാൻ മനസ്സിലാക്കുന്നത് 10-50 വർഷക്കാലം ലോകത്ത് ജീവിച്ച് പരിചയമുള്ള ഒരു മുതിർന്ന സ്ത്രീയാണ്. അവർ അന്തസ്സില്ലായ്മയിലേക്ക് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിഷാരടിയോട് ചോദിച്ചു. പിഷാരടിയോട് ചോദിച്ചിട്ട്, പിഷാരടി ഞാൻ നിങ്ങളുമായിട്ടുള്ള സംഭാഷണം ഒന്ന് പുറത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇവർ ഈ ചെയ്തതെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു കളയാം. കാരണം അവർ രണ്ടുപേരും തമ്മിൽ ആലോചിച്ചിട്ട് നിങ്ങളങ്ങ് പുറത്ത് വിട്ടോളൂ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, ബാക്കി ഞാൻ ഇത് പറയേണ്ട കേട്ടോ എന്ന് ശ്വേതയോട് പറയുമ്പോൾ ഇല്ല ഇതൊന്നും ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ ആ വാക്കടക്കമാണ് ഇവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സംഭാഷണം നടത്തുമ്പോൾ തന്നെയും ഇത് ഞാൻ പുറത്തേക്ക് വിടാനുള്ള സംഭാഷണമാണ് എന്ന് ഈ ശ്വേതാ മേനോൻ മനസ്സിൽ വെച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താണ്, മല്ലിക സുമാരൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങി, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു എന്ന് ഇവർക്കെതിരായിട്ടുള്ള പക്ഷത്തുള്ള ആളുകൾ ചെയ്തതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഈ അമ്മയെപ്പോലുള്ളൊരു വലിയ പണമൊക്കെയുള്ള സംഘടനയെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ഏൽപ്പിച്ചു കൊടുത്ത ആളെ കുറ്റം പറഞ്ഞാൽ മതി. ഇത്രക്ക് മാത്രം ഗൗരവമില്ലാത്ത ഒരു ആളിൻ്റെ കയ്യിലാണ് ഇത്ര പ്രധാനപ്പെട്ട ഈ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശേഷിയുള്ള താരങ്ങളുടെയൊക്കെ ഒരു സംഘടനയായിട്ടുള്ള, അത് ട്രസ്റ്റൊക്കെ ആയിരിക്കാം, ചാരിറ്റി സംഘടനയൊക്കെ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ തലപ്പത്ത് ഇവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് എന്ന് തന്നെയും അത് എത്തിച്ചേർന്നിരിക്കുന്ന അധപ്പതനത്തിൻ്റെ പടുകുഴിയുടെ ആഴം എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതവർ പിന്നെ ഇതിനകത്ത് എന്താണ്, ഒരാളുടെ കാര്യം ശ്രദ്ധിച്ചോ, കുക്കു പരമേശ്വരൻ. അവരെവിടെയും കാണില്ല, ഇതുപോലെ എവിടെയും കാണില്ല. പക്ഷേ അവരതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പക്കാരിയാണല്ലോ എന്ന തോന്നലുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാവുകയാണ്. നമുക്കിത് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ ആടുന്ന സംഭാഷണത്തിനകത്ത് ശ്വേതാ മേനോൻ പറയുകയാണ്, കുക്കു പരമേശ്വരൻ എഴുതുന്ന മിനിറ്റ്സിൽ എനിക്ക് വിശ്വാസമില്ല.
എന്നുവെച്ചാൽ മിനിറ്റ്സ് എഴുതുന്ന പോലും ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആൾ മിനിറ്റ്സ് എഴുതുന്നു. ആ മിനിറ്റ്സിൽ പോലും വിശ്വസിക്കാവുന്നതല്ല എഴുതി വെക്കുന്നതെന്നാണല്ലോ അവരുടെ കൂടെയുള്ള സഹപ്രവർത്തിയായുള്ള സഹഭാരവാഹിയായുള്ള ആൾ പറയുന്നത്. അപ്പോൾ അവരെ അങ്ങനെ കാണണം. അഡ്ഹോക് കമ്മിറ്റി വന്നു, സ്വാഭാവികമായിട്ടും ഇവരെല്ലാം രാജിവെച്ചു എന്ന് പറഞ്ഞു, പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൻ്റെ താക്കോല്, മറ്റ് സംവിധാനങ്ങൾ, പാസ്വേഡെല്ലാം കൈമാറുക എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. അതവർ ചെയ്യുന്നില്ല. അമ്മയുടെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന ഈ കുക്കു പരമേശ്വരന് ഉണ്ടായിരുന്ന ഓഫീസിൻ്റെ കീ പോലും തന്നില്ല എന്നാണ് ഈ പിഷാരടി പറയുന്നത്. അപ്പോൾ അല്ല, ഇപ്പം പിന്നെ നമുക്കത് ബോധ്യപ്പെട്ടു, കാരണം അവർ നിയമപരമായിട്ട് പോയിട്ട്. ഉദാഹരണം അതിനിടയിൽ ഞാൻ ചൂണ്ടിക്കാട്ടാം. അതായത് നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ കിട്ടു, പക്ഷെ നാട്ടുകാർ വെറുതെ വിടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇനി നിങ്ങൾ കണക്കുകൾ ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കില്ല നിങ്ങൾ നിരപരാധിയാണെങ്കിൽ പോലും. കറക്റ്റ് അതാണ് അത്. അതായത് ഇതിനകത്ത് ഈ സംഭാഷണം കേൾക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം രണ്ട് കാര്യം. അതിലൊന്ന്, ഞാൻ കരുതിയിരുന്നത് പിഷാരടിക്ക് സിനിമയിൽ നല്ല സുഖമായിട്ട് ജീവിച്ച പിഷാരടി രാഷ്ട്രീയത്തിൽ പോയിട്ട് ആകപ്പാടെ ബുദ്ധിമുട്ടുമല്ലോ, രാഷ്ട്രീയമാണ് കുറേ കൂടെ പ്രശ്നങ്ങളൊക്കെ ഭരിതമായിട്ടുള്ള സ്ഥലം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയല്ല. പക്ഷേ ഇദ്ദേഹം ഇവിടെ നേരിടുന്ന പ്രശ്നം കണ്ടപ്പോൾ അയ്യോ ഇത്രയും വലിയ പ്രശ്നമാണ് ഇദ്ദേഹം നേരിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ പ്രശ്നം സിനിമയിലുള്ളതായിട്ട് നമ്മൾ കാണുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം വളരെ മികച്ച ഒരു സംഘാടകനും കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ഈ വേദികളിൽ കാണുന്ന മട്ടിലല്ലോ, അദ്ദേഹം വളരെ പക്വതയോടുകൂടിയാണല്ലോ സംസാരിക്കുന്നത്. അദ്ദേഹം പെർഫോമൻസ് ലെവലല്ല, വളരെ പക്വതയോട് കൂടിയിട്ട് ഓരോ കാര്യവും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നോക്കൂ, അങ്ങനെയുള്ള ആളുകൾ ഈ സംഘടനയുടെ ഭാഗമായിട്ടും ഈ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന താരങ്ങളായിട്ടും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുണ്ടായത് എടുത്ത് പരിഹരിക്കുക എന്നതിന് പകരം ഈ ശ്വേതാ മേനോനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് അങ്ങേയറ്റം അബദ്ധം നിറഞ്ഞ ശരിയല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഏതായാലും കോടതിയിൽ നിന്ന് ബാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ നിയമപരമായിട്ട് പോരാടാനാണ് തയ്യാറായിരിക്കുന്നത് നമ്മൾ കാണുന്നു. പോരാടട്ടെ. പക്ഷേ അതിനകത്ത് പണത്തിൻ്റേതായിട്ടുള്ള വലിയ വിനിയോഗ പ്രശ്നങ്ങളുണ്ട്, കണക്ക് വെക്കായികയുണ്ട്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ മുകളിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഈ ജിഹാദി എന്ന് വിളിച്ച മഹാമോശം വർത്തമാനം അവിടെയുണ്ട്. അത് പോലീസ്, നമ്മുടെ പോലീസ് സംവിധാനം, അത് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുടെ ശ്രദ്ധ അതിനകത്തേക്ക് വരേണ്ടതാണ്. ഇത് ശരിക്കും രാഷ്ട്രീയ പാർട്ടികളും മറ്റും ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് പറയുകയാണ് അത് തമാശയാണെന്ന്. ഇത്തരം കാര്യങ്ങളിൽ തമാശയില്ല. നമ്മുടേതുപോലൊരു കാലത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊരു പരാമർശത്തിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടോ കളിച്ചുകൊണ്ടോ ചുമലിൽ തട്ടിക്കൊണ്ടോ ആണ് പറയുന്നത് എങ്കിൽ പോലും ഇതിനകത്ത് തമാശയുടെ അംശമില്ല. ഇത് ക്രൂരതയാണ്. ഇത് ഇപ്പോൾ സ്ലട്ട് ഷെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ലട്ട് ഷെയിം ചെയ്യുക, ഒരു സ്ത്രീയെ അവരുടെ ഈ സ്ത്രീത്വത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞിട്ട് അപമാനിച്ചിരുത്തുക. അതായത് നിങ്ങളോട് കാര്യം പറയുമ്പോൾ നിങ്ങളെ വീഴ്ത്തിക്കളയാൻ, ക്ഷീണിപ്പിച്ച് കളയാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് എറിയുക. അതൊന്ന് അവരെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും മറ്റൊരു നടി ഒരു യൂട്യൂബ് ചാനൽ ഇരുന്നിട്ട് മഹാവൃത്തികേടായ കാര്യം പറയുകയാണ്. ലക്ഷ്മിപ്രിയ, അവരെ കണ്ടാലേ അറിയാം, അത് ലക്ഷ്മിപ്രിയ അവർ പറയുകയാണ്. പിന്നെ ഈ എന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ ജിഹാദി എന്നുള്ള പരാമർശം. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ വഷളായിട്ട് പോവുകയാണ് ചെയ്യുക. ഇതിനകത്ത് ഈ സംഘടന ഈ ആളുകളിന് സംസാരിക്കാൻ മടിക്കും. എങ്ങനെ പറയും ഇതിനകത്ത് എങ്ങനെയെന്ന് സംസാരിക്കും? ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ വിളിച്ചിട്ട് ഇത് നമുക്ക് പ്രശ്നം പരിഹരിക്കണം കേട്ടോ, നമ്മുടേത് മലയാളത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു സംഘടനയാണ്, ഈ താരങ്ങളുടെ മുഴുവൻ സംഘടനയാണ്, നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാം, വരൂ നമുക്ക് ഇരുന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഫോണെടുത്ത് വിളിക്കാൻ പറ്റുമോ? റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടില്ലേ? നമുക്കിത് വാർത്ത കുഴപ്പമില്ല, നല്ലത് തന്നെ, ഈ വാർത്ത വന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അതൊരു അന്തസ്സില്ലായ്മയുടെ പ്രകടനമുണ്ടല്ലോ. ഈ ഓഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് പരസ്പര സ്നേഹത്തിൻ്റെയോ മനുഷ്യാന്തസ്സിൻ്റെ പ്രാഥമികമായുള്ള അംശങ്ങളെ അംഗീകരിക്കുന്ന പോലുള്ള ഒരു കാര്യമോ ശ്വേതാ മേനോൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം. അത് വരും ദിവസങ്ങളിലെ ചർച്ചകൾ നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ഭീമാകാരമായിട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുക എന്ന കാര്യം കൂടെ ശ്വേതാ മേനോൻ പ്രവർത്തിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ ശ്വേതാ മേനോൻ മാത്രമല്ല, അത് അവരുടെ കൂടെയുള്ള അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുണകരമല്ല അവർക്ക് എന്ന് വേണം പറയാൻ, അല്ലേ? അങ്ങനെ തന്നെ വേണം പറയാൻ. അതുകൊണ്ടുകൂടി ആയിരിക്കാം ചിലപ്പോൾ ഇതേപോലെയുള്ള ഇപ്പോൾ ഈ ഒരു ഓഡിയോ സംഭാഷണം അടക്കം, അതായത് നമ്മളിത് ശരിയാക്കണം എന്ന് കരുതി ഒരു മനുഷ്യൻ ഇടപെടുകയാണല്ലോ, അതിനെപ്പോലും മാനിക്കാതെയാണ് അവർ ഈ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് പോലെയാണ് അവർ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും നേരത്തെ അൻസിബയുടെ പരാതിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. അന്ന് അവരുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതൊന്നും അമ്മയെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അമ്മയെ ബാധിക്കുന്ന പിന്നെ മറ്റു കാര്യങ്ങളുണ്ട്, അവിടുത്തെ പണതിരിമറിയുടെ കാര്യങ്ങളും അവിടുത്തെ കണക്കുകൾ ശരിയാക്കേണ്ടതും ഈ പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അത്തരം കാര്യങ്ങളും ശരിയാക്കിയോ? അതുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു അൻസിബയുടെ പ്രശ്നത്തിൽ മാത്രമല്ല ഇത് തട്ടി നിൽക്കുന്നത്, ബാക്കി എല്ലാ പ്രശ്നങ്ങൾ കൂടി അവിടെയുണ്ട്. ഈ കാര്യങ്ങൾ കൂടി ബാക്കിയുള്ളവർ അടക്കം ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ മറ്റേ വിക്ടിം കാർഡ് ഇറക്കുന്നത് പോലെയാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. എന്നെ അവഹേളിച്ചു, ചീത്ത വിളിച്ചു, ഈ പറയുന്നുള്ള അതിൻ്റെയൊക്കെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്, CCTV ദൃശ്യങ്ങൾ, ഓഡിയോ സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും തീർച്ചയായും ഉയർന്നു വന്നിട്ടുണ്ടാവും. ഇവർ കൂടി ഇടപെട്ട് ശരിയാക്കേണ്ട ചില കാര്യങ്ങൾ പാളിപ്പോയതിൻ്റെ ചോദ്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും
അതിലൊരു ചോദ്യം വരുമ്പോഴാണ് ഈ വിക്ടിം കാർഡ് ഇറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സനീഷേട്ടൻ പറഞ്ഞ പോലെ അത് ഗുണകരമായി വരുമെന്ന് തോന്നുന്നില്ല. താരസംഘടനയിലെ ഭാരവാഹികൾ തമ്മിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ പൊട്ടിത്തെറിയിലും കൊഴിഞ്ഞുപോക്കിലുമാണ് ചെന്ന് അവസാനിച്ചത്. നടി അൻസിബ ഹസന് നേരെ ടിനി ടോം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ജിഹാദി പരാമർശത്തിലായിരുന്നു പൊട്ടിത്തെറികളുടെ തുടക്കം. ഗത്യന്തരമില്ലാതെ വന്നതോടെ അൻസിബ അവസാനം കോടതിയെ സമീപിച്ച കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ആ അന്വേഷണങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് ആരോപണ ശരങ്ങൾ ഏറ്റുവാങ്ങിയ ശ്വേതാ മേനോൻ തന്നെ മറ്റംഗങ്ങൾക്ക് നേരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംഘടനയിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. താരങ്ങളുടെ കൂട്ടായ്മ എന്നതിനുപരി ഒരു ചാരിറ്റി സംരംഭമായി താരങ്ങൾ തന്നെ അവകാശപ്പെടുന്ന സംഘടനയിലാണ് ഇത്തരമൊരു ക്രമക്കേടെന്നതാണ് ഗൗരവതരം. ഇതിനിടെ ശ്വേതയുടെ നീക്കങ്ങൾ സംഘടനയിലെ അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഒരു പക്ഷം ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കിടെയാണ് ശ്വേതയുടെ ഹർജിയിൽ അഡ്ഹോക് കമ്മിറ്റി തന്നെ വിലക്കിയുള്ള കോടതി വിധി വരുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തുതന്നെ ആയാലും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിച്ച് കോടതി കയറുമ്പോൾ എന്തൊക്കെയാകും ഇനി സംഭവിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഒരിടവേള.